ഒരു രസമുണ്ട്. നമ്മളിപ്പം വന്നിരിക്കുന്ന സമയമെന്ന് പറയുന്നത് 1:30 1:30 ഇവിടെ ഒരു മഴക്കോളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അധികം വെയിലും ചൂടുമൊന്നുമില്ല. നമ്മൾ കയറി വരെ എളുപ്പമാണ്. ഇവിടെ ഇച്ചിരി കുത്ത് കയറ്റാണ് കേട്ടോ, കണ്ടില്ലേ? ഇത് അപ്പിപ്പിടിച്ചൊക്കെ കയറണം. കുഴപ്പമില്ല, കയറി ഒന്നു. അടിപൊളി വ്യൂ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി. എന്തോടെ ഓന്താ, പേടിപ്പിക്കാതിരി. അയ്യോ പെട്ടെന്നോ. അയ്യോ, കണ്ടില്ലേ? അവിടെയാണ് നമുക്ക് എത്താനുള്ളത്. ഇവിടെ ആയതേ ഉള്ളൂ, കണ്ടില്ലേ? മുകളിൽ എത്തിയില്ല. എത്താതെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല കിടിലൻ വ്യൂ കേട്ടോ. നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്, കണ്ടില്ലേ? എന്തൊരു ഭംഗിയെന്ന് നോക്കിയേ, അടിപൊളി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ആയിരവല്ലിപ്പാറയുടെ ഏറ്റവും ടോപ്പിലാണ്, കണ്ടില്ലേ? നല്ല കിടുക്കാച്ചി പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഉച്ച സമയം കൊണ്ട് കുറച്ച് വെയിലുണ്ട്. അപ്പം നിങ്ങൾ വരുമ്പം കൂടുതലും രാവിലെയോ വൈകിട്ടോ വരാൻ നോക്കണം. കാഴ്ച ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ അടാറ് വ്യൂ. ഒരു ഈവനിങ്ങിലൊക്കെ നമുക്കിവിടെ വന്ന് ഇങ്ങനെ ഈ പാറപ്പുറത്ത് വെറുതെ ഇവിടെ ഇരിക്കുക എന്നൊക്കെ ഉള്ളത് നല്ല ഒരു രസമായിരിക്കും. എന്താ ഇത് കയറി നല്ല കയറ്റമായിരുന്നു, കയറി ഒന്ന് കിതപ്പ്. പക്ഷേ അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി. നിങ്ങൾ കൊട്ടാരക്കരയൊക്കെ വരുമ്പം ഇങ്ങോട്ടും കൂടി ഒന്ന് വരണം. കൊട്ടാരക്കര നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അത്രേ വരത്തുള്ളൂ. കണ്ടില്ലേ? നമ്മൾ ഈ മലയുടെ മുകളിൽ വരുമ്പം ഇത് കണക്ക് ഒരു കാവ്. ഇപ്പം നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ കാവാണ് ഇത്, ആയിരവല്ലിപ്പാറയുടെ മുകളിലുള്ള. ഇവിടെ ഒരു വഞ്ചിയുണ്ട്. പിന്നെ ഈ കാവ് ഒരു പ്രത്യേക രീതിയിലാണ്. ഇത് കണക്ക് 2-4 സൈഡിലോട്ടും ഇങ്ങനെ നോക്കും. എനിക്ക് തോന്നുന്നു ഈ 4 സൈഡിലും വൈകിട്ട് ദീപം തെളിയിക്കും. ആ ഒരു സെറ്റപ്പിനാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ആ വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു തൂണ് പോലൊരു സാധനം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയാണ് ഇവിടുത്തെ ഒരു കാവിൻ്റെ ഒരിത്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ താഴെ വേറെ ബാരിക്കേഡ് കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നല്ല കാറ്റും നല്ല തണുപ്പുമൊക്കെ ഉള്ള നല്ലൊരു പ്രദേശം. ഇടയ്ക്കിടെ ഇങ്ങനെ വെള്ളം അവിടെ ഇവിടെയൊക്കെ കെട്ടി ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു മണി ഇവിടെ കിടപ്പുണ്ട്, മണി അടിക്കാനുള്ള മണി അമ്പലത്തിലെയാണ്. ഈ ഒരു കുളം ആര് വന്നാലും ശ്രദ്ധിക്കുന്ന കാര്യമാണ് കേട്ടോ. ഇവിടെ നല്ല മലനിരകൾ, ടൗണിൽ നിന്നൊക്കെ മാറി ഇങ്ങോട്ട് ശാന്തമായൊരു പ്രദേശം. തീർച്ചയായും നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ ആയിരവല്ലിപ്പാറ.
സൗണ്ടൊക്കെ. ഇപ്പം 2:30 നമ്മൾ 1:30 വന്ന് ഏതാണ്ട് 1 മണിക്കൂറോളമായി. നമ്മുടെ കൊട്ടാരക്കര വരുന്നത് അങ്ങോട്ടാണ്. ആ ഏരിയ കൊട്ടാരക്കരയും ഇങ്ങോട്ട് വലത്തോട്ട് അടൂര് റൂട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കിടിലം. ഇങ്ങനെ പാറയുടെ ഇടയിലൊക്കെ കയറിയിരിക്കാൻ നല്ല രസമാണ്. കണ്ടില്ലേ? ഇതുവഴി അങ്ങോട്ടും പോവാം. ഞാനിപ്പുറത്തൂടെ വരാം. ഇവിടെയൊക്കെ മുമ്പ് വന്നവരൊക്കെ ഇങ്ങനെ പേരൊക്കെ എഴുതി പാറപ്പുറത്ത് ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ അടൂരോട്ട് പോകുന്ന റൂട്ട്, ആ ഒരു ഏരിയ വരുന്ന ഇപ്പുറത്തോട്ടാണ്. വേണ്ടല്ലേ? ചുറ്റും മലയും അതും ഇതുമൊക്കെ ആയിട്ട്. അവിടെയും ഒരു പാറയുണ്ട് കേട്ടോ, ആ സൈഡിലും. അത് ഏത് പാറയാണ്? പിന്നെ നമ്മുടെ ഇതിൻ്റെ തൊട്ട് അടുത്ത് വരുന്ന വഴിക്ക് നമുക്ക് മുട്ടറ ഹിൽസൊക്കെ ഉണ്ട്. മുട്ടറ. അപ്പം നമുക്ക് ഇനി അടുത്തത് മുട്ടറ ഹില്ലിൽ പോയി മുട്ടറ ഹിൽസിൻ്റെ വീഡിയോ ഒക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെയും ഒരു കാവ് കണക്കുണ്ട്. അവിടെയും ഉണ്ട്, ആ ഒരു പാറയുടെ ഭാഗത്ത്. നമുക്കിനി ആ ഒരു പാറയുടെ ഭാഗത്തൂടെ ഒന്ന് പോയി നോക്കാം. ഇതും ഒരു കാവാണ് ഇവിടുത്തെ. നമ്മൾ നേരത്തെ നിന്ന മലയുടെതോ ആ ഒരു ഭാഗത്താണ്. അവിടെ നിന്ന് നമ്മളിതാ ഈ കാണുന്ന പാറയുടെ ഇതുവഴിയാണ് ഇവിടോട്ട് വന്നത്. ഇവിടെ കണ്ടില്ലേ, ചേച്ചിമാർ ഇവിടെ നിന്ന് പോച്ചയൊക്കെ പറിച്ച് പശുവിന് കൊടുക്കാൻ കൊണ്ടുപോവുക. താഴെയുള്ളവർ അവർക്ക് കാവലായിട്ട് 2 നായക്കുട്ടികൾ കണ്ടില്ലേ, വിറകെ ഇങ്ങനെ പോവുക.